എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴി റിയാക്ഷനാണ് സലാർ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നി? ഗംഭീരം. പക്ഷെ കുറെ കോപ്പിയും തോന്നി. അത് പിന്നെ സ്വാഭാവികമാണ്, നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും എന്നുള്ളത്. പക്ഷെ അതില് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിച്ചത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഭയങ്കര ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോ എവിടെ നിന്നൊക്കെ എങ്ങനെ കോപ്പി എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു ടച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതുണ്ട് കേട്ടോ, അത് നല്ലൊരു ഫീൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു കിടിലം ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് സലാറിന്റെ സെലിബ്രേഷൻ ട്രെയിലർ. ഓക്കെ, അങ്ങനെ സാധനം ഉണ്ട്. ഏതാണ് ചാനല്? ഡ്രോപ്പ് ആർട്ട് റീമിക്സ്. ഈ ചാനലിനാട്ടത് വന്നിരിക്കുന്നത്. ఈ కథలు ఏళ్ళ మొదలైంది. మహమ్మద్ గజని జెంగిస్ ఖాన్ కన్నా క్రూరమైన బందిపోట్లు చేశారు. ఈ బందిపోట్లు కొన్ని వందల సంవత్సరాలు ఎదిగారు. ఆ ఖాన్సార్ అనే అడవి ఒక కోటగా మార్చుకున్నారు. Tiger Elephant. Very dangerous. నేనుండగా నా కొడుకు వరదరాజమన్నారిని త్వరగా చూడాలనేది నా కోరిక. రాజమన్నారు తిరిగి వచ్చాక వరద దొరవుతాయి. రాజమన్నారు తిరిగి వచ్చేలోపు వర్తాలి లేడంటే Jurassic Park. The guys in that park. దేవా, మన ఆర్మీ ఎక్కడుంది? పెద్ద పెద్ద గోడలు కట్టేదే సౌకర్యం. బయటికి ఎవడిపోతాడని, లోపలికి ఎవడొస్తాడని. విన్నావు కదా? ప్లీజ్ kindly request. We are all violent men. మన రక్తంలోనే వైలెన్స్ ఉంది. కడియాల కోసం, ముక్కల కోసం పోరాడింది చాలు. కళ్ళ ముందున్నదంతా నాకు కావాలి. ఇక్కడ కూడా కుర్చీ కోసం కుతంత్రాలు జరిగేది. ఏం చేస్తావు? సూపర్ కట్టింగ్స్ ఎప్పుడు ముట్టుకోకూడదు. വിപിൻ വർഗീസ്, ഇത് എന്തൊരു വർക്കാണ്. വിപിൻ വർഗീസ് ഒരു രക്ഷയിലാണോ, ഭീകരം. കാരണം ഒഫീഷ്യൽ ട്രെയിലറിനെക്കാളും മുകളിലാ, ഗംഭീരമായിരുന്നു. ട്രെയിലറിനെക്കാളും ഒന്നും കൂടി ഒരു പവർ തോന്നുന്നു. ട്രെയിലറിന് ഒരു ഫീല് കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവരൊരു മൂഡ് പിടിച്ചിട്ടുണ്ട്, ഇമോഷൻ കുറച്ച് കൂടുതൽ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണല്ലേ ഇത് മാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കൊല്ലമാസ് സാധനം. കാരണം എക്സ്ട്രാ എന്തെങ്കിലും ഇതിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അവര് പുറത്തുവിട്ട ടീസർ, ട്രെയിലർ, ഇതിലെ കുറെ വിഷ്വൽസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു മാറ്റം. അത് പറഞ്ഞു എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത ആള് എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതിന്റെ BGM കൊടുത്തതൊക്കെ എല്ലാം, അതായത് അതിനകത്ത് ഏറ്റവും മാസായിട്ടുള്ള സീനുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് ട്രെയിലറില്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഷോൾഡറിൽ നിന്ന് കത്തിങ്ങനെ ഗംഭീര സാധനമാണ്. ആ ടീസറിലുണ്ടായിരുന്നു. അതൊരു ഗംഭീര സാധനമാണ്. അതേപോലെ ട്രെയിലറിൽ ഉള്ളതാണ് ആ
ജീപ്പിന്റെ മുകളിലേക്ക് കേറി വരുന്ന ഒരു സാധനം, ആവൂ. അത് ഭീകര സംഭവം. അത് ലാസ്റ്റിലേക്ക് എടുത്തു വെച്ചിരിക്കുക. ഏറ്റവും മാസി സാധനമാണത്. രക്ഷയില്ലാത്ത സാധനം. പിന്നെ ആ വെട്ട്, സത്യം. പിന്നെ ആ ഡയലോഗ് ഡെലിവറി, പിന്നെ ആ കൈയില്ലേ, കൈ വിട്ടിട്ടേ ദേവാന്ന് പറയും, കൈ വിട്ടിട്ട് അതിൽ ആ പാട് കാണുന്നുണ്ടല്ലോ, അത് ശരിക്ക് ട്രെയിലറിൽ ആ പഞ്ചില്ല, ഒരു വാവ് ഫാക്ടർ ഇല്ല, ഇത്രയില്ല. ഇതിലെന്താ വൈബ്, ഇത് ഗംഭീരമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ കൈൻഡ്ലി റിക്വസ്റ്റ് യു എന്ന് പറഞ്ഞ അത് ഒരു രക്ഷയില്ല കേട്ടോ. അതെ, ആ സാധനത്തിന്റെ ഇടക്കിടയ്ക്ക് വരുന്ന കട്ടിങ്സ് വേറെ കയറി വരുമ്പോ ഒരു ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും പവർ ഫീൽ ചെയ്തു. അത് ശരിക്കും ട്രെയിലറിൽ ഇല്ല, അത്രക്ക് ഇല്ല. ട്രെയിലറിൽ ആ ജസ്റ്റ് ആ ഡയലോഗ് പറഞ്ഞു പോണ സാധനമല്ലോ. ഇതില് കട്ടിങ് ചെയ്ത് ഇതിനുള്ളിലേക്ക് സാധനം വേറെ കയറ്റിയപ്പോഴത്തേക്ക് വേറെ ലെവലായിട്ട് സൂപ്പറായിട്ടുണ്ട്. പൊള്ളിയായിട്ടോ ഇങ്ങനെ നമുക്ക്. അതായത് ഒരേ സാധനത്തിന്റെ മറ്റൊരു വേർഷൻ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചപ്പോ അത് എഡിറ്റർ ഇത് തിരിച്ച് നമുക്ക് തന്നല്ലോ, അങ്ങനെ കിട്ടിയപ്പോ ഇത് വേറെ വൈബ്. അതായത് എനിക്ക് അല്ലെങ്കിൽ ഈ സലാറിന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഇപ്പം അടുത്ത് എന്താ പ്രൊഡ്യൂസർ പറഞ്ഞതേ, സിനിമ പരാജയപ്പെടുവോ വിജയിക്കുമോ അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ആളെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രഭാസിന്. അപ്പോഴേ ടെൻഷൻ, ഇവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലേ, അങ്ങനെ തോന്നുന്നു സ്വാഭാവികമായിട്ട്. അതെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൂടുതൽ ഭയങ്കര ഇത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ള സാധനം ഒന്നും ഇവർ പറയുന്നില്ല, ശ്രമിക്കുന്നില്ല. അതിന്റെ ഭാഗം തന്നെയാണ് ശരിക്കും ട്രെയിലറിലേക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതും ഒരു സത്യമാണ്. ഭയങ്കര സംഭവമായിട്ട് ഇവർ പറയുന്നില്ല, വലിയ സംഭവം ഒന്നും വിചാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവരുടെ പുറത്തു വരുന്ന ഇന്റർവ്യൂകളിലൊക്കെ ഇവർ പറയുന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് വേറെ ലെവലിലേക്കാണ് പോണത്. അതെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമേഴ്സ്, അതായത് KGF സിനിമയുടെ പ്രീക്വലാണ് സലാർ എന്നുള്ള രീതിയിൽ. അതിപ്പോൾ നമ്മൾ കണ്ടല്ലോ, അതിൽ ചെങ്കിസ് ഖാൻ ആ രീതിയിലുള്ള കുറച്ച്, അത് എത്രയോ വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ അതായത് KGF നടന്ന ആ ഒരു ഏരിയ, ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഇതും ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. കുറേ കാര്യങ്ങൾ നമുക്ക് ട്രെയിലറിൽ നിന്ന് KGFന്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡീകോഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് നടക്കുന്ന കഥയും അതുപോലെ നമ്മുടെ റോക്കി ബോയ് ആയിട്ട് തന്നെ വരുന്നു എന്നുള്ളതും കൂടി റൂമേഴ്സായിട്ട് വരുന്നുണ്ട്. എന്താണ് അതിന്റെ അവസ്ഥ? ഇത് ഇപ്പൊ എന്താ അറിയോ, നമുക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റും. അതെ, സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇത് ഇന്നതാണെന്നുള്ളത്. പക്ഷെ ട്രെയിലർ കണ്ടാൽ തോന്നുന്നില്ല. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സൗഹൃദത്തിന്റെ കഥ മാത്രമാണ്, സൗഹൃദം, കുറച്ച് ഇമോഷൻസ് കൂടുതലുള്ളത്. പിന്നെ ഇവരുടെ ബന്ധം ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ട്രെയിലർ അവർ ഉദ്ദേശിച്ചതും അവർ തന്നതും അത് തന്നെയായിരുന്നു. അതായത് ആ ഒരു ഇമോഷനും അവരുടെ ബന്ധവും പിന്നെ അതിന്റെ പുറത്തുണ്ടാകുന്ന സംഭവങ്ങളുമാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇത് അതൊന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഇതിൽ 2 പ്രഭാസ് ഉണ്ട്, അതായത് അച്ഛനും മകനും. ദേവ മകനാണ്. അപ്പോൾ അച്ഛന്റെ ക്യാരക്ടർ വരുന്ന സമയങ്ങളിൽ അന്ന് മേ ബി മാസമായിട്ട് റോക്കി ബോയ് വന്നേക്കാം. ചിലപ്പം അത് കാണിച്ചേക്ക് അങ്ങനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, പ്രശ്നമില്ല, സാധ്യതയുണ്ട്. ആ ഒരു ടൈമിലേക്ക് പോകുമ്പോൾ ഉദ്ദേശിക്കാം ഏകദേശം. എന്താണെങ്കിലും എന്തൊക്കെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 21-ാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോറി, 22-ാം തീയതി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ ഇത് ഗംഭീര സാധനം. ഇത് ഒരു രക്ഷ. ഇത് ശരിക്ക് ടീസറും ട്രെയിലറും കണ്ട് നിരാശപ്പെട്ടവർക്ക് ശരിക്കും പ്രതീക്ഷ തോന്നാനുള്ളതും, നിരാശപ്പെട്ടവർക്ക് സന്തോഷം നൽകുന്നൊരു വീഡിയോ ആണിത്. സൂപ്പർ, അടിപൊളി. എന്തായാലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.